ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റ് നിർമ്മിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ബേസ്മെൻറ്റിന് DPC ചെയ്യുക എന്നുള്ളതാണ്. DPC എന്ന് പറയുമ്പം ഡാം പ്രൂഫ് കോഴ്സ് എന്നാണ് പറയുന്നത്. DPC ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മണ്ണിലുള്ള ഈർപ്പം അഥവാ നമ്മുടെ ഫൗണ്ടേഷനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് മണ്ണ് അല്ലെങ്കിൽ ഗ്രാവലോ ഏതെങ്കിലും വസ്തുവായിരിക്കാം. അപ്പോൾ അതിൽ നിന്നും ഈർപ്പം മുകളിലോട്ട് കാപ്പിലറി ആക്ഷൻ്റെ ഫലമായിട്ട് മുകളിലോട്ട് കയറി നമ്മുടെ ബേസ്മെൻറ്റിൽ കൂടെ നമ്മുടെ ഭിത്തികളിലൊക്കെ ഈർപ്പം പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അതിനെ ഒഴിവാക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് DPC നമ്മൾ ചെയ്യുന്നത്. DPC ചെയ്യുന്നതിന് നമുക്ക് പല മെറ്റീരിയൽ ഉപയോഗിക്കാൻ കഴിയും. ഒന്നെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ബിറ്റുമിൻ എന്ന മെറ്റീരിയൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സെമി മെംബ്രെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും വസ്തു നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും. ബിറ്റുമിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി DPC ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് ബിറ്റുമിൻ ആഡ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ബിറ്റ്വിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. അപ്പം ഇത് ഉപയോഗിക്കുമ്പം മിനിമം 2 കോട്ടെങ്കിലും നമ്മുടെ ബേസ്മെൻറ്റിന് മുകളിൽ ബിറ്റുമിൻ കോട്ട് നമ്മൾ അടിക്കണം. എന്നാൽ മാത്രമേ ഈ ഈർപ്പം മുകളിലോട്ട് കയറുന്നത് നമുക്ക് തടയാൻ കഴിയത്തുള്ളൂ. അതേപോലെ ഈ ബേസ്മെൻറ്റിൻ്റെ ടോപ്പ് സർഫസിൽ ബിറ്റുമിൻ മാക്സിമം അടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതല്ലെങ്കിൽ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ഹിറ്റാച്ചി അതുപോലെ വലിയ മെഷീനറികളൊക്കെ ഫൗണ്ടേഷനകത്ത് കയറുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഈ ബിറ്റുമിൻ നമ്മൾ അടിച്ചിരിക്കുന്ന ബിറ്റുമിൻ അഥവാ DPC ഇളകിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം തിക്നെസ്സിൽ ബിറ്റുമിൻ കോട്ട് ടോപ്പ് സർഫസിൽ അടിക്കണം.